കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിനെ വീണ്ടും ആരാധിപ്പാൻ ഈ പുതിയ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ ആർത്തിയോടെ ആവേശത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരികയും ലഭിച്ച അവസരങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ മരുഭൂമിയിൽ നിങ്ങൾ എന്ത് കാണുവാൻ പോയി എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ കാറ്റിനാൽ അലയുന്ന ഓടയോ അല്ല, എന്ത് കാണുവാൻ പോയി എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ വന്നത് എന്തെങ്കിലും കാണുവാനാണോ, എന്തെങ്കിലും കേൾക്കുവാനാണോ? ആ ചോദ്യത്തിന്റെ മറുപടി കാണുവാനുണ്ട്, കേൾപ്പാനുണ്ട്, അതിനേക്കാൾ ഉപരി അനുഭവിപ്പാൻ ചിലതുണ്ട്, അറിയാൻ ചിലതുണ്ട്, ഏറ്റെടുക്കാൻ ചിലതുണ്ട്. അതിനാ നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആദ്യ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ കൂടി വന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടിയാ. പ്രാപിക്കുവാൻ മാത്രമാണോ? അല്ല, ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാ. ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയാ. അവരുടെ ഭാരങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ വേദനകളുമൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാ. നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഇടമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ സന്നിധിയാണ്. നമുക്ക് ചാരുവാൻ ഒരു നല്ല ഇടമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ മാർവിടമാണ്. ദൈവത്തിന് സ്തോത്രം. തുറന്നു പറയാൻ നമുക്ക് ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല സ്നേഹിതനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അതറിയുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ നാളുകളിൽ ആ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ആ കർത്താവിനെ സ്നേഹിപ്പാൻ, ആ കർത്താവിനെ ആരാധിപ്പാനൊക്കെ ജീവിതത്തിൽ ലഭിച്ചതായ എല്ലാ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വേർപാടിന്റെ വേദന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ കടന്നു വന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുവാൻ അല്ല നമുക്ക് കഴിയുകയില്ലല്ലോ. കർത്താവ് സകലതും നന്നായി ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലുള്ളതായ ആശ്വാസങ്ങളെ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. മരണം ഏതു മനുഷ്യനും അത് നഷ്ടമാണ്. എന്നാൽ അത് ലാഭമായി തീരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ മരണപ്പെട്ടവരെ കുറിച്ചുള്ള ചിന്തയാണ് അത് നമുക്ക് ലാഭമായി തീരുന്നത്. കർത്താവിന്റെ ദാസന്മാർ ഓർപ്പിച്ചതുപോലെ, ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിലപിച്ചിട്ട് കാര്യമില്ല. വേർപെട്ടു പോയവർ ഒരിക്കലും നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. അവർ പോയതായ ഇടം ദൈവസന്നിധിയാണെന്നുള്ളതായ ആ ബോധ്യം പ്രാപിച്ച ദൈവമക്കൾ അവിടെ എത്തുവാനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വായിച്ച അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 42-ാമത്തെ സങ്കീർത്തനമാണല്ലോ നമുക്ക് വായിപ്പാനിടയായിത്തീർന്നത്. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനം നമുക്ക് ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലൂടെ ഈ പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തന്റേതായ ആഗ്രഹവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 42-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. ഭക്തന്റെ പ്രതീക്ഷ ഇതിനകത്തുണ്ട്. എന്താ പ്രതീക്ഷ? എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഒരു വാഹനത്തിന് കാത്തു നിൽക്കുന്ന വ്യക്തിയെ പോലെ സ്വർഗീയ ദൂതന്മാർ ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക്, കർത്തൃസന്നിധിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ദൈവം അയച്ച ആ വാഹനം, ആ സ്വർഗീയമായ ആ രഥം എപ്പോൾ വരുമെന്നുള്ള ഒരു വലിയ ഓർമ്മയിൽ, ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ ഭക്തൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ നാം ഒരു വാഹനം കാത്തു നിൽക്കുകയാണെന്നിരിക്കട്ടെ, വഴിത്താരയിൽ യാത്ര ചെയ്യുമ്പോൾ കാത്തിരിക്കുമ്പോഴാണെങ്കിലും, ഒരു റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും, അതുപോലെ ഒരു എയർപോർട്ടിലാണെങ്കിലും, അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ഭക്തനെ പോലെ നമ്മൾ കാത്തിരിക്കുകയാണ്. അത് എപ്പോൾ വരും? ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ
കർത്താവ് പറഞ്ഞതായ ആ വാഗ്ദത്തം അവശേഷിക്കുന്നത് കൊണ്ട് ഇന്ന സമയത്ത് വരും എന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ വരും, ഞാൻ പോയതുപോലെ മടങ്ങി വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ലഭിച്ച ദൈവമക്കൾ ആ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാ ആ കാത്തിരിപ്പിന്റെ ആവശ്യമെന്ന് പറയുന്നത്? ഇവിടെ വേദനയുണ്ട്, അവിടെ വേദനയില്ല. ഇവിടെ കണ്ണുനീരുണ്ട്, അവിടെ കണ്ണുനീരില്ല. ഇവിടെ ദുഃഖമുണ്ട്, അവിടെ ദുഃഖമില്ല. ഇവിടെ ജീവിതത്തിൽ രോഗമുണ്ട്, അവിടെ രോഗമില്ല. ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെങ്കിലും ഇവിടെ ഇല്ലാത്ത ശ്രേഷ്ഠമായത് പലതും അവിടെ ഉള്ളതുകൊണ്ട് ആ നാട്ടിലെത്താനുള്ള ഒരു വലിയ പ്രതീക്ഷ കൊണ്ടാണ് ഭക്തൻ പറയുന്നത്, എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭാരങ്ങളൊക്കെ ഒന്ന് മാറി, ഈ വേദനകളൊക്കെ ഒന്ന് മറന്ന് ദൈവസന്നിധിയിൽ പ്രിയനോട് ചേർന്ന് യുഗായുഗമായി ആനന്ദിക്കുന്ന അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വായിച്ച ഈ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരല്പം നടുക്കത്തോടുകൂടിയാ ഞാൻ ഈ സങ്കീർത്തനം ഇന്ന് പകൽ വായിപ്പാൻ ഇടയായിത്തീർന്നത്. കാരണം അത്ര സന്തോഷം നൽകുന്ന വാക്കുകളല്ല അതിനകത്ത്. ഒരു ഭക്തന്റെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടാനുള്ള ഒരു ആശയും ഒരു താല്പര്യവുമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. കർത്താവേ, ഹല്ലേലൂയ, ഇനി എന്ത് എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ ഉയരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശയുടെ കാന്തനായ കർത്താവിന്റെ വരവോ ഹല്ലേലൂയ ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതായ ആ നിലയിൽ ഓട്ടമോടി പൂർത്തീകരിച്ചതായ ഒരു വ്യക്തിയുടെ വിണ്ടുലകം പോകുന്ന അനുഭവമോ ഏത് നടന്നാലും പൗലോസ് പറഞ്ഞതുപോലെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും ക്രിസ്തു എന്നിൽ പ്രസാദിക്കണമെന്നുള്ള ആ ഒരു വലിയ വാഞ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവൈതലിനെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി ആശയങ്ങൾ ഇതിനകത്തുണ്ട്. അതിന്റെ ആരംഭ ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്താ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് എന്നതിന്റെ അർത്ഥം? മരുഭൂമിയിൽ ആയിരിക്കുന്നതായ മാൻപേട അത് ഇഷ്ടംപോലെ പുല്ലുകളൊക്കെ തിന്ന് അതിന്റെ ദാഹം ഒന്ന് ശമിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ അത് മരുഭൂമിയിലെ ചുട്ടുപഴുത്തതായ ആ മണലിന്റെ മേലടിക്കുന്ന സൂര്യന്റേതായ കിരണങ്ങളേറ്റ് ഒരു മരീചിക എന്ന പോലെ ആ ഒരു പ്രതിഭാസത്തിന്റെ മുമ്പിൽ ദൂരവേ കാണുന്ന അകലെയുള്ളതായ മരീചികയെ കണ്ടുകൊണ്ട് അത് വെള്ളം എന്നുള്ളതായ തെറ്റുധാരണയോടുകൂടെ ഈ മാൻപേട അവിടേക്ക് ഓടിയെത്തുകയാണ്. വളരെ ദൂരം പിന്നിട്ട് അവിടെ ഓടിയെത്തുമ്പോൾ അതിനറിയാം, ഞാൻ ആഗ്രഹിച്ചു കടന്നു വന്നതായ ആ ഒരു വെള്ളം ഇവിടെ കാണാൻ കഴിയുന്നില്ല. എന്റെ ദാഹം ശമിപ്പിക്കുവാൻ ഇവിടെ പര്യാപ്തമല്ല. അത് വീണ്ടും കണ്ണുയർത്തി നാലുപാടും നോക്കുമ്പോൾ കുറച്ചകലെ വീണ്ടും അതേ ഒരു പ്രതിഭാസം തന്റെ കൺമുമ്പിൽ വെളിപ്പെടുമ്പോൾ അവിടേക്ക് വീണ്ടും ഓടിയെത്തുകയാണ്. അവിടെയും ഓടിച്ചെല്ലുമ്പോൾ അവിടെയും കാണുന്നില്ല. വീണ്ടും അല്പം അകലെ കാണുന്ന ആ സ്ഥലങ്ങളിലേക്ക് അത് ഓടിച്ചെല്ലുകയാണ്, അവിടെയും കാണുന്നില്ല. എന്നാൽ ഭക്തൻ പറയുന്നത്, ചിന്തകന്മാർ പറയുന്നത്, അതിങ്ങനെ ഓടി 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 ഒരു പക്ഷേ ഒടുവിൽ അത് വെള്ളം ലഭിക്കാതെ നിരാശപ്പെട്ടു പോകുന്ന ഒരനുഭവം ചിലതിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഭക്തൻ അതിനെക്കുറിച്ച് പറയുന്നത്, ചില ആടുകൾ ചില മാൻപേടകൾ അത് ഓടി 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 യഥാർത്ഥമായി അതിന് വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, വറ്റാത്ത ഒരു ഉറവയിലേക്ക് അത് ഓടിയെത്തുന്നത് പോലെ ഭക്തൻ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് ആ വറ്റാത്ത നീരുറവയായ അങ്ങയുടെ അടുക്കലേക്ക് ഓടിയെത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മരുഭൂമിയിലെ എന്റെ ദാഹം മാറ്റുവാൻ, എന്റെ ക്ഷീണം മാറ്റുവാൻ, എന്റേതായ ജീവിതത്തിൽ ഒരല്പം വിശ്രമം പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നല്ലോ, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എനിക്കൊരു ദാഹമുണ്ട് ഈ ലോകത്തിലെ എന്റെ ജീവിതത്തിന്റെ എന്റെ പ്രയാസങ്ങളൊന്ന് മാറ്റുവാൻ,
എന്റെ ആത്മീകമായിരിക്കുന്ന ദാഹം ഒന്ന് തീർക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ ഓടിയെത്തണമെന്നും അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കണമെന്നും അവിടുത്തെ കരങ്ങളിൽ നിന്ന് വാങ്ങി കുടിക്കണമെന്നുള്ളതായ ഒരാഗ്രഹം തനിക്കുണ്ട്. അതിനുവേണ്ടി ആ ഭക്തൻ പറയുന്നത്, അതിനുവേണ്ടി ഒരു ദാഹം എനിക്കുണ്ട്, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ എപ്പോഴൊന്ന് ചെല്ലുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മറ്റൊരു ആലങ്കാരികമായ അർത്ഥം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ഭക്തന്റെ ചിന്ത ദൈവസന്നിധിയിൽ എപ്പോ ചെല്ലാനിടയായിത്തീരുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഒരു അഭക്തന്റെ ചിന്ത, ഹല്ലേലൂയ, ഇവിടെ ഈ ലോകത്തിലൊക്കെ കഴിച്ചുകൂട്ടി ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ഇവിടം കൊണ്ട് തീരണമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ആത്മീകമായിട്ടുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തീരുമാനത്തിനും നമ്മുടെ ദാഹത്തിനനുസരിച്ചാണ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ഭക്തൻ ഇതിനെക്കുറിച്ച്, ഹല്ലേലൂയ, സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരാരാധന പ്രാർത്ഥിച്ച് ആരംഭിച്ച ശേഷമാണ് നമ്മൾ എത്തുവാനായിട്ട് ഇടയാകുന്നതെന്നിരിക്കട്ടെ. അവിടെ പാട്ടുകൾ പാടി ആത്മാവിൽ ദൈവജനം ആരാധിക്കുമ്പോൾ അല്പം താമസിച്ചിറങ്ങിയ നമ്മൾ ആരാധന ആലയത്തിന്റെ അടുക്കൽ എത്തിയപ്പോ ഈ ആരാധനയുടെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആരാധിക്കുന്നവന്റെ കാലിന് വേഗം കൂടുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ആരാധന ഇഷ്ടപ്പെടുന്നവനെന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും പാട്ടുണ്ടല്ലോ, ഇനിയും ആരാധനയുണ്ടല്ലോ, അതുകൊണ്ട് ആ സമയത്ത് കയറാം, ഇത് അവസാനിക്കട്ടെ എന്നല്ല. അല്ലെ, ഇത് തീരുന്നതിന് മുമ്പ് എനിക്കും അതിനകത്ത് പ്രവേശിച്ച് ആ ദൈവജനത്തോട് ചേർന്ന് എനിക്കും ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സാവകാശം, ഇത്രത്തോളം ഒരു അനുഭവത്തിൽ എത്ര നാൾ ലഭിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇത്രയും ജനലും കഥവും ഒക്കെ തുറന്നിട്ട് ഇത്ര ശബ്ദത്തോടുകൂടി ആരാധിക്കാൻ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മുടെ നാടുകളെ പോലെ ചില നാടുകളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഇതും എത്ര കണ്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഉച്ചത്തിൽ പാടാനോ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഹൃദയം തുറന്നൊന്ന് സന്തോഷിക്കുവാനോ അവസരം ലഭിച്ചിട്ടുള്ളതായ ഈ കാലയളവിൽ ഒരുപക്ഷെ അത് വേണ്ടതുപോലെ ഉപയോഗിക്കാതെ നമ്മൾ മൗനമായിരുന്നാൽ ഒരുപക്ഷെ ശബ്ദം പുറത്തു കേൾക്കാൻ കഴിയാത്ത അവസ്ഥയില്, അല്ല, വളരെ പതിഞ്ഞ സ്വരത്തില് ആരാധിക്കേണ്ടതായ ഒരനുഭവം, ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാടിനെയും അല്ലെങ്കിൽ പിടിച്ചുന്ന ഒരു അനുഭവം വന്നാൽ ആ കാലയളവിൽ, അല്ലെ ദൈവമക്കളെ, നമുക്ക് എന്താ നമ്മുടെ പ്രതീക്ഷ? ആ കാലങ്ങളിൽ എന്താ നമുക്ക് പറയാൻ കഴിയുന്നത്? ഈ കാലങ്ങളിൽ ദൈവം തരുന്ന അവസരങ്ങൾ നല്ലതുപോലെ വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ഒരു ദാഹം, ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിയെത്തുവാനുള്ള ഒരു വലിയ വാഞ്ച ഭക്തന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രമായില്ല, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചതുകൊണ്ട് മാത്രം ആത്മീക ജീവിതത്തിന്റെ പൂർണ്ണതയിൽ നാം എത്തുന്നില്ല. പിന്നെയും പൗലോസ് പറഞ്ഞതുപോലെ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കാനുള്ള നിരന്തര വാഞ്ചയാൽ ദൈവത്തിൻ്റെതായ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഭക്തൻ കടന്നു ചെല്ലുന്ന അനുഭവങ്ങൾ അതിന്റെ അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. 4-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. ഈ ഒരു അനുഭവത്തോടുകൂടെ, ഈ ഒരു സ്വരത്തോടുകൂടെ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത്, ഇവിടെ വന്നിരുന്ന സ്തോത്രം പറഞ്ഞ കാര്യമല്ല, ഇവിടെ വന്നിരുന്നതിന് ശേഷം ദൈവത്തിന് മഹത്വം കൊടുത്ത കാര്യമല്ല. അവിടെ വായിക്കുന്നത് സ്തോത്രത്തോടെ, സ്തുതിയോടെ, ആ സ്വരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നതോർത്ത്, അല്ലെങ്കിൽ ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. അങ്ങനെയെങ്കിൽ വരുമ്പോഴേ സ്തോത്രം പറഞ്ഞ്, അല്ലെ സ്തുതിയോടെ പ്രാകാരത്തിലേക്ക് വന്നാൽ, 100-ാം സങ്കീർത്തനം നമുക്കങ്ങനെ കാണാൻ കഴിയുന്നല്ലോ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. ആ അനുഭവത്തോടെ വന്ന് ഇവിടെ ഇരുന്നാൽ പിന്നെ ദൈവത്തെ ആരാധിക്കാൻ, ആത്മാവിൽ സ്തുതിക്കുവാൻ ആരുടെയും പ്രേരണ വേണ്ട. അടുത്തിരിക്കുന്ന ഒരാൾ സ്തുതിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് സ്തുതിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അകത്തളങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനുള്ള പകലാണ് ഞായറാഴ്ചയെന്നും ഈ ഒരു വിശുദ്ധ പകൽക്കാലം ദൈവം എനിക്ക് തന്നത് ദൈവത്തെ ആരാധിക്കാൻ ഒരാഴ്ചക്കാലം
ജീവിതകാലം മുഴുവനും എനിക്ക് ആരോഗ്യം തന്ന, എനിക്ക് ബലം നൽകിയ, എന്റെ ഭൗതിക അധ്വാനത്തിൽ എന്നെ സഹായിച്ച, അല്ലെ തളർന്നു പോകാതെ എന്നെ നിർത്തിയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ദൈവസന്നിധിയിൽ ആരും പറയാതെ, ആരും പ്രേരിപ്പിക്കാതെ സ്തോത്രം പറയാനും ദൈവത്തെ ആരാധിക്കാനും, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കരേറ്റാനും ആത്മീയ ശുശ്രൂഷകളിൽ ഏതെല്ലാം നിലയിൽ ഭാഗവാക്കാകാൻ കഴിയുമോ ആ നിലയിൽ പങ്കാളിത്തം വഹിപ്പാൻ കഴിയുന്ന ദൈവമക്കളെയാണ് അല്ലെ ദൈവം മാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പരപ്രേരണ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലമില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ കൂടുതൽ സ്വന്തം താല്പര്യത്തോടുകൂടെ, അല്ലെ മനസ്സിന്റെ ആഗ്രഹത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ അതിനുവേണ്ടി തയ്യാറാകുന്ന പ്രിയപ്പെട്ടവർക്കാണ് ദൈവത്തിൽ നിന്ന് കൂടുതൽ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനിടയായിത്തീരുന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തോടെ വന്നാൽ അല്ല തുടക്കം മുതലേ നമുക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ 4 ചരണങ്ങൾ വീണ്ടും ആവർത്തിച്ചു പാടി, ചില അവസരങ്ങളിൽ വീണ്ടും രണ്ടാമത്തേത് കഴിഞ്ഞ് മൂന്നാമത്തേത് ആവർത്തിച്ചു പാടുന്ന ഒരവസ്ഥ വന്നാൽ പോലും ഹല്ലേലൂയ നമുക്ക് ചലിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ പാടുന്ന സഹോദരങ്ങൾ, പാടുന്ന പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ അല്ലെ ഇന്ന് നമ്മൾ ദർശിക്കുമ്പോൾ പതിവിന് വിരുദ്ധമായി ഹല്ലേലൂയ സഹോദരന്മാർ പാടിക്കൊണ്ടിരുന്നിടത്ത് നമ്മുടെ സഹോദരിമാരൂടെ പാടുന്നല്ലോ എന്നോർത്ത് ഹല്ലേലൂയ നമുക്കൊരു ഭാരം തോന്നുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുക. ഹല്ലേലൂയ. നല്ല ആശയത്തോടുകൂടെ നമ്മുടെ ആരാധനയിൽ ഒരു സന്തോഷം പ്രാപിപ്പാനുള്ള ആ ഒരു അനുഭവത്തോടെ നല്ല വശം അത് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ അതെല്ലാം നല്ലതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരിക്കലും ഒരാൾ എന്നോട് ഇങ്ങനെ പറയാനിടയായി. ഹല്ലേലൂയ. ഇങ്ങനെ ലീഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊരു അപാകത കണ്ടിട്ട് ഹല്ലേലൂയ എന്നോടൊരാൾ പറഞ്ഞു, ആ വ്യക്തിയുടെ പാട്ടത്ര ശരിയല്ല. കുറച്ചു കാലം കഴിഞ്ഞ് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരാളെ കൂടെ ഞാൻ പാടാൻ കഴിയും അതിനകത്തേക്ക് സെലക്ട് ചെയ്ത് വിട്ടു. ഈ നല്ലതല്ല പാട്ടെന്ന് പറഞ്ഞതിനേക്കാട്ടിൽ വളരെ മോശമായിരുന്നു. പക്ഷേ എന്നോട് ആ വ്യക്തി പറഞ്ഞത്, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞിൻ്റെ പാട്ട് നല്ലതാ. നമ്മുടെ മലയാള ഭാഷയിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ടല്ലോ, ഹല്ലേലൂയ, കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നല്ലതാ. ഞാൻ രാവിലെ സൺഡേ സ്കൂളിന്റെ സമയത്ത് പറയാനിടയായി, ഹല്ലേലൂയ, ഞാനൊരു പ്രൊഫഷണൽ ഗായകനോ ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയല്ല. എൻ്റെ പാട്ട് കേൾക്കും നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മളാരും അങ്ങനെ ജനിച്ചവരല്ല. പക്ഷേ ഹല്ലേലൂയ നമ്മളും ആ ഒരു അനുഭവത്തിലൊന്ന് പാടി, അത് ആ അനുഭവത്തിലൊക്കെ ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാനായിട്ട് നമ്മളൊന്ന് ആഗ്രഹിച്ച് ആ ഒരു നിലവാരത്തിലേക്ക് എത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്ന സാധ്യമായ എല്ലാ അനുഭവങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം, ഇവിടെ 3-4 പേരോ ഇവിടെ ചില ഇൻസ്ട്രുമെന്റുകളൊക്കെ ചേർന്ന് ആരാധിക്കുമ്പോൾ ആരാധന നടന്ന് നമ്മൾ ആസ്വദിക്കുന്നവരായി തീരരുത്, നമ്മളും ആരാധിക്കുന്നവരായി തീരണം. ആ കരങ്ങളെ ഒന്ന് ഹല്ലേലൂയ തട്ടി, ഹല്ലേലൂയ താളം തെറ്റുമെന്ന് തോന്നുന്നെങ്കിൽ ശബ്ദമൊന്ന് കുറച്ചാൽ മതി. എങ്കിലും ആവോളം കരങ്ങളെ ഒന്ന് അടിച്ച് ആ നാവുകളൊന്ന് ചലിപ്പിച്ച് അറിയാവുന്ന പാട്ട് ഒന്ന് ചേർന്ന് പാടിയാൽ അത് എത്ര മനോഹരമാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനോഹരമായ നല്ല കസേരകളിലോ അല്ലെങ്കിൽ നല്ല പായലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ പാട്ട് ഒത്തോ എന്ന് നോക്കാനോ, പ്രസംഗം ഒത്തോ എന്ന് നോക്കാനോ, സാക്ഷ്യം ഒത്തോ എന്ന് നോക്കാനോ അല്ല. അപാകതകൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ 100 കണക്കിന് കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ അതൊക്കെ ഒന്ന് മറന്ന് ആരാധനയിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ ആരാധന ഏറ്റവും അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മുടെ ഉള്ളത്തിൽ ഭരിച്ചാൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ നന്നായിട്ട് ആരാധിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം നമ്മുടെ ഉള്ളത്തിൽ നിറയണം. ആരും നിറയ്ക്കുന്നതല്ല. കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിന് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, എൻ്റെ ജനനം മുതൽ ഇന്നു വരെ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ അറിയാൻ ഇടയായ അന്നു മുതൽ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതിനെ കുറിച്ച് ഓർക്കുമ്പോൾ
അറിയാതെ എനിക്ക് ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരും. വചനം കേൾക്കുമ്പോ, മനോഹരമായ പാട്ടുകൾ പാടുമ്പോ എനിക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നാം ഇവിടെ പാടുന്ന പാട്ടുകൾ കേൾക്കുമ്പോ സന്തോഷിപ്പാൻ വകയുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ അനുഭവങ്ങളെ അത് സ്പർശിക്കുമ്പോൾ അല്ല നിറകണ്ണുകളോട് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ ആനന്ദിപ്പാനും നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അതേപോലെ തന്നെ ദൈവവചനം കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. വചന ഹൃദയത്തോട് ഇടപെടുമ്പോൾ അതിന്റെ മുമ്പിൽ കരയാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൂത് കേൾക്കുമ്പോൾ കരയുന്നവരെ കണ്ടിട്ടുണ്ട്, പ്രസംഗിക്കുമ്പോൾ കരയുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ പാട്ടുപാടി കരയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു ഭക്തൻ എഴുതിയ പാട്ടായിരിക്കാം, തന്റെ അനുഭവത്തിൽ കുതിർന്ന് എഴുതിയ വരികളായിരിക്കാം. പക്ഷേ നമ്മുടെ വേദനയുടെ മുമ്പിൽ നമ്മളും അത് പാടുമ്പോൾ നമുക്കത് ആശ്വാസമായി മാറുകയാണ്, നമുക്കും അതൊരു ആനന്ദമായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം സന്തോഷത്തോടെ, സ്തോത്രത്തോടെ, ആ സ്വരത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ചെന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം വന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, ഈ ഞായറാഴ്ച രാവിലെ അല്ലാതെ ഈ വിശുദ്ധ പകൽക്കാലത്തെ ആരാധനയ്ക്ക് വേണ്ടി കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ച ദൈവമക്കളൊന്ന് കരമുയർത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തപ്പെട്ട കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഒരു ഞായറാഴ്ച കഴിഞ്ഞ സമയം മുതൽ അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാമോ? കർത്താവേ, ആരോഗ്യത്തോടെ ഒന്നാമത് എനിക്ക് പോകാൻ കഴിയണം. ഹല്ലേലൂയ. എനിക്ക് പോകാൻ കഴിയണം. അതിനെന്തിനാ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എത്രയോ താല്പര്യത്തോടുകൂടെ ആഗ്രഹത്തോടൊക്കെ കാത്തിരുന്നതാ. അല്ലെ, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കണ്ടപ്പോഴും നമ്മൾ നമ്മുടെ കൂട്ടുവിശ്വാസികളോട് പറഞ്ഞു, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമോ എന്ന് ശാരീരിക പ്രയാസം നിമിത്തം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ വരും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ശനിയാഴ്ച വൈകിട്ട് നമുക്കുണ്ടായ പ്രയാസ നിമിത്തം എത്രയോ പ്രിയപ്പെട്ടവർക്ക് ആരാധനയ്ക്ക് വരാൻ കഴിയാതെ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, എനിക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിയണം. രണ്ടാമത്, എനിക്ക് അങ്ങേ നല്ല മനസ്സോടെ ആരാധിപ്പാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയിൽ കർത്താവ് എന്നോടും എന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ അത് 1 വട്ടമല്ല, 2 വട്ടമല്ല, ആ ഒരു ഞായറാഴ്ച കഴിയുന്ന അന്ന് മുതൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിപ്പാൻ കഴിയുമോ അങ്ങനൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വലിയ വ്യതിയാനം നമ്മുടെ ആരാധനയിൽ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ചിലർ മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമായില്ല. ഹല്ലേലൂയ. ദൈവദാസന്മാർ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഹല്ലേലൂയ. പിതാക്കന്മാർ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. മാതാക്കൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഈ ആലയത്തിനുള്ളിലായിരിക്കുന്ന സകല ദൈവമക്കളും ആ നിലയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി സ്തോത്രത്തോടെ ഇവിടെ വന്നാൽ ആദ്യത്തെ പാട്ടിന്റെ ആദ്യത്തെ ചരണം പാടി തീരുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളം നിറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ അനുഭവമുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ, ഈ പാട്ടൊക്കെ പാടി 1-2 ചരണമൊക്കെ കഴിയുന്നതിന് മുമ്പ് ആത്മാവിന്റെ നിറവിൽ ആരാധിക്കണമെന്ന് വിചാരിച്ച് അന്യഭാഷ പറയുകയല്ല. ആത്മാർത്ഥതയിൽ നിന്ന്, ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഉയർന്നു വരുന്ന അന്യഭാഷകളാൽ ദൈവത്തെ സ്തുതിപ്പാനിടയാകുന്ന ഒരനുഭവം പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം പ്രാപിച്ചവരെ കാണുമ്പോൾ ഇതെന്തോ ഒരു പ്രത്യേകതയാണെന്ന് ഓർത്ത് നമ്മൾ ഭാരപ്പെടരുത്. അവർ ദൈവസന്നിധിയിൽ ആരാധിച്ച് ഒരുങ്ങി വന്നതാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ അങ്ങനെ ഒരുങ്ങി വന്ന പ്രിയപ്പെട്ടവർ അതിനനുസരിച്ചുള്ള ആത്മീയ ജീവിതം കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ വിസ്താര ഭയത്താൽ ഞാൻ വേഗത്തിൽ 1-2 ചിന്തകളിലൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ 9ാമത്തെ വാക്യത്തിലേക്കൂടെ നമുക്കൊന്ന് കടന്നു വരാം. അതിന്റെ ആരംഭവാചകം ശ്രദ്ധിക്കുക. നീ എന്നെ മറന്നത് എന്ത്? ഭക്തൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയുകയാ,
കർത്താവെ, തിരുസന്നിധിയിൽ വരാനുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിനുവേണ്ടിയുള്ള വലിയൊരു ദാഹം എനിക്കുണ്ട്. ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അങ്ങേക്കറിയാം. 8-ാമത്തെ വാക്യം വായിക്കുമ്പോഴും താൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ, ദൈവത്തോടെ സന്നിധിയിൽ രാത്രി സമയത്ത് താൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുക, ദൈവത്തോട് താൻ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആത്മീക ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ട എല്ലാ നിലകളിലും ജീവിച്ചു വരുന്ന ഒരു അനുഭവം. ദൈവത്തോട് ചേരാൻ ആഗ്രഹമുണ്ട്, നല്ല പ്രതീക്ഷ, നല്ല പ്രത്യാശ തനിക്കുണ്ട്. ഹല്ലേലൂയ. താൻ പറയുന്നത് എനിക്കെപ്പോ ദൈവസന്നിധി ചെല്ലാൻ ഇടയായിത്തീരും. വീണ്ടും നമ്മൾ വായിച്ചല്ലോ, ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുന്നത് ആ സന്തോഷത്തിന്റെ, ആ സ്തോത്രത്തിന്റെ സ്വരത്തോടു കൂടിയ രാത്രി സമയങ്ങളിൽ, ഹല്ലേലൂയ, ഉണരുന്ന വേളകളിൽ പാട്ടുപാടി ആ പ്രത്യാശ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന അനുഭവം. അത് മാത്രമല്ല, ദൈവസന്നിധിയിൽ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്ന ഒരു പ്രത്യേകത. ഈ അനുഭവങ്ങളൊക്കെയുള്ള ഭക്തൻ പറയുകയാണ്, നീ എന്നെ മറന്നത്. ഇത്രയൊക്കെ ആഗ്രഹമുള്ള, ഇത്രയൊക്കെ ആത്മീക പശ്ചാത്തലമുള്ള ഒരു ഭക്തൻ ദൈവസന്നിധി പറയുക, നീ എന്നെ എന്ത് ചെയ്തു? മറന്നു. ചോദ്യമാ, നീ എന്നെ മറന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. 2 വാക്യങ്ങളിൽ ഒരേ വാക്യം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഉയർത്തുകയാണ്. കർത്താവേ, നീ എന്നെ മറന്നതെന്ത്? വാസ്തവത്തിൽ ദൈവവചനം പഠിച്ചാൽ നമുക്കറിയാം, ദൈവം ഒരുവനെ മറക്കുന്നവനാണോ? താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം മറക്കുന്നവനാണോ? യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെശയ്യാവ് 49:15 ഈ വിഷയത്തിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൾ മറന്നു കളഞ്ഞാലും, അവൾ മറന്നു കളയും. മറന്നു കളയുന്നതിന്റെ തെളിവുകൾ നാം ധാരാളം ലോകത്തിൽ നാം കാണുന്നു. അവൾ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല? മറക്കുകയില്ല. നീ എന്നെ മറന്നതെന്ത് എന്നൊരു ചോദ്യം ഇവിടെ സങ്കീർത്തനക്കാരൻ ഉന്നയിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന അവിടെ ഓർപ്പിക്കുന്നു. ഞാൻ നിന്നെ എന്ത് ചെയ്യുകയില്ല? മറക്കുകയില്ല. മറക്കുകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. ആര് മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അല്ലെ, വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ചരിത്രം പഠിച്ചു നോക്കിയാൽ അനേക ഭക്തന്മാർ പറഞ്ഞു, അവരുടെ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ വ്യക്തമായി അത് വിളിച്ചുണർത്തുന്ന ഒരു സത്യമാണ്. അനേകർ മറന്നു. അപ്പൻ മറന്നു, അമ്മ മറന്നു, സഹോദരങ്ങൾ മറന്നു, വേണ്ടപ്പെട്ടവർ മറന്നു, കടപ്പാടുള്ളവർ മറന്നു. ഹല്ലേലൂയ. ഓർക്കാൻ സാധ്യതയുള്ള പലരും മറന്നുപോയ ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവരൊക്കെ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആര് മറന്നാലും ദൈവം എപ്പോഴാ മറക്കാത്തതെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിലാണ്. ഒരു മനുഷ്യന് സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു മാനുഷികമായ കരത്തിന് നമുക്കൊരാശ്വാസം തരാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ള വേളകളിൽ നമ്മുടെ അരികിലേക്ക് വന്ന്, നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു കർത്താവിൻ്റെതായ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ഓർത്തു നോക്കൂ ദൈവമക്കളെ, എത്രയോ അനുഭവങ്ങളിൽ കർത്താവ് നമ്മെ മറക്കാതെ കൂടെ ഇരുന്നു. രോഗങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ കടന്നു വന്ന് അതിൻ്റെതായ അനുഭവങ്ങൾ മൂർച്ഛിച്ചതായ വേളകളിൽ ഹല്ലേലൂയ നിന്ദകൾ ജീവിതത്തിൽ വന്നു. അത് വല്ലാതെ നിയന്ത്രണ വിധേയമായി ഹല്ലേലൂയ അത് മാറിപ്പോയപ്പോൾ ഹല്ലേലൂയ നിയന്ത്രണാതീതമായി അത് തീർന്നു വന്ന സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ദൈവം നമ്മെ മറക്കാതെ നമ്മെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതകളുടെ നടുവിൽ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ ദൈവം നമ്മെ മറക്കാതെ ദൈവം നമ്മെ സൂക്ഷിച്ച ദൈവത്തിന്റെ കരം എത്ര വലിയതാ. ഇന്ന് പകൽക്കാലം ഓർത്തു നോക്കുവാനും സന്തോഷിപ്പാനും ദൈവസന്നിധിയിൽ കഴിയട്ടെ. അവന്റെ വാഗ്ദത്തം ഇന്നും അവശേഷിക്കുന്നു. ഞാൻ നിന്നെ മറക്കുകയില്ല. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, പ്രായം എത്ര നേരിട്ടാലും, അല്ലെ ശാരീരിക അവസ്ഥകൾ എത്ര
എത്ര വല്ലാതെ വഷളായി പോയാലും അവൻ നമ്മെ മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ മറക്കാതിരുന്നതിന്റെ തെളിവാണ് ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. പ്രായഭേദമെന്നെ ദൈവം എന്നെ മറക്കാതിരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഓർത്തു നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ, പുറകോട്ട് അല്ലെ ഒന്ന് ഇറങ്ങി ചിന്തിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, കർത്താവിനെ മറക്കാതിരുന്നത് കൊണ്ടാ അല്ലെ എന്റെ പ്രതികൂലങ്ങളുടെ നടുവില് ഹല്ലേലൂയ അപകടം കൺമുമ്പിൽ കണ്ടപ്പോൾ, ഹല്ലേലൂയ എതിരാളി നമുക്കെതിരെ എഴുന്നേറ്റപ്പോൾ, പ്രതികൂലം നമ്മെ വിഴുങ്ങുവാനായിട്ട് അടുത്തു വന്നപ്പോൾ, അവിടെ എല്ലാം അല്ലെ കർത്താവ് നമ്മെ സൂക്ഷിച്ചത് അവൻ നമ്മെ മറക്കാതിരുന്നത് കൊണ്ടാണ്, അവൻ നമ്മെ ഓർത്തത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ 2016 ഏപ്രിൽ മാസത്തിന്റെ ഈ 4ാമത്തെ പകലും ആ വാഗ്ദത്തം അവശേഷിക്കുക. കഴിഞ്ഞ 3 മാസങ്ങൾ മാത്രമല്ല, കഴിഞ്ഞതായ വിശ്വാസ ജീവിതത്തിൽ നാം കാലെടുത്തു വെച്ച അന്നു മുതൽ മറക്കാത്ത ദൈവം ഞാൻ മറക്കുകയില്ലെന്ന് കൂടെ കൂടെ നമ്മുടെ കാതുകളിൽ മന്ത്രിച്ച് നമ്മുടെ കൈപിടിച്ച് നടത്തിയ ദൈവം ഈ പകലും നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭവനത്തോടു കൂടെയുണ്ട്, നമ്മുടെ തലമുറയോട് കൂടെയുണ്ട്. ആരും സഹായിപ്പാൻ ഇല്ലെന്ന് തോന്നുമ്പോഴും, ഹല്ലേലൂയ എല്ലാവരും മാറി നിൽക്കുമ്പോഴും, എല്ലാവരും അകന്നു നിൽക്കുമ്പോഴും, ഹല്ലേലൂയ തുണയില്ലാതെ അല്ലെ എല്ലാവരുടെയും മുമ്പിൽ നാം ഒറ്റപ്പെടുമ്പോഴും, ഇന്ന് പകൽക്കാലം അവൻ മാറുന്നവനല്ല, അവൻ കൂടെ നിൽക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. മറക്കുകയില്ലെന്നുള്ള വാഗ്ദത്തം. രണ്ടാമത്, ദൈവം നമ്മെ മറക്കാത്തതിന്റെ കാരണം, ഹല്ലേലൂയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 100ാമത്തെ സങ്കീർത്തനത്തിന്റെ 3ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വായിക്കാം. യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ. ഹല്ലേലൂയ. രണ്ടാമത്, ദൈവത്തിന്റെ കടപ്പാട്. എന്താ ദൈവം നമ്മോടുള്ള കടപ്പാട്? അവൻ നമ്മെ മെനഞ്ഞതാ. ഹല്ലേലൂയ. അവൻ നമ്മെ സൃഷ്ടിച്ചതാ, അവൻ നമ്മെ ഉണ്ടാക്കിയതാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ തന്റെ സൃഷ്ടിയെ മറക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. വേദപുസ്തകം നമ്മൾ പഠിച്ചു നോക്കിയാൽ പുതിയ നിയമ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലേ, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലേ? അതിലൊന്നിനെ പോലും, ഹല്ലേലൂയ, 2 കാശിന് 5 കുരികിൽ, 1 കാശിന് 2 കുരികിൽ. ഇപ്പൊ 2 കാശിന് 4 കുരികില്ല, 5ാമതൊരെണ്ണം ഫ്രീയാ. ആ 5ാമത്തതിനും കാശില്ലാതെ ചുമ്മാ കൊടുത്തതിനെയും മറക്കാത്ത ദൈവം. ഹല്ലേലൂയ. അതിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാ. ഹല്ലേലൂയ. അതിനെ കരം കൊണ്ട് സൃഷ്ടിച്ചതല്ല, അതിന്റെ മൂക്കിൽ തമ്പുരാൻ ജീവശ്വാസം ഊതിയില്ല. ഉണ്ടാകട്ടെ എന്ന വാക്കിന് മുമ്പിൽ അതൊക്കെ ഉളവായതാണെങ്കിൽ, ദൈവ പൈതലേ, സ്വന്തം കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത് ഹല്ലേലൂയ തന്റെ മൂക്കിലെ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി അല്ലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ സ്വന്തം പുത്രന്റേതായ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പകൽക്കാലം ദൈവമക്കളെ മറന്നുപോകരുത്. അവൻ സൃഷ്ടിച്ചതിനോട്, അവൻ വീണ്ടെടുത്തതിനോട് അവന് വലിയ കടപ്പാടുണ്ട്. ഹല്ലേലൂയ. മറക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ മേലുള്ള ഉത്തരവാദിത്വം, നിന്നോടുള്ള കടപ്പാട് അല്ലെ എന്റെ ദൈവത്തിന് വലിയതാ. ദൈവത്തിന് സ്തോത്രം. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, അത് കളപ്പുറയിൽ കൂട്ടിവെക്കുന്നില്ല. അവയെ പുലർത്താൻ എന്റെ ദൈവം കഴിവുള്ളവനാണെങ്കിൽ അവയ്ക്ക് പോലും ആവശ്യമുള്ളത് തക്ക സമയത്ത് കൊടുക്കുവാൻ എന്റെ ദൈവം മറന്നുപോകുന്നില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം അല്ലെ തന്നെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, തന്റെ പുത്രന്റെ രക്തത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അല്ലെ ദൈവത്തെ ആരാധിപ്പാൻ ബലം തരുന്ന ദൈവവൈതലേ, ആരാധിക്കുന്ന നിന്നെ അവൻ മറന്നുപോകയില്ല. ആരാധിക്കുന്ന നിന്നെ അവൻ മറന്നുപോകയില്ല. നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിക്കുന്ന നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ദൈവം മറക്കുകയില്ല. ആര് മറന്നുപോയാലും മറക്കാൻ എന്റെ ദൈവത്തിന് കഴിയുകയില്ല. കാരണം കടപ്പാട് അത്ര വലിയതാ. കടപ്പാട് അത്ര വലിയതാ. ഹല്ലേലൂയ. നമുക്കറിയാം, ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആരൊക്കെ മറന്നാലും എനിക്ക് ആ കുടുംബത്തെ മറക്കാനൊക്കത്തില്ല, ആ പ്രിയ സഹോദരനെ മറക്കാനൊക്കത്തില്ല. ചില പ്രിയപ്പെട്ടവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ആ ദൈവദാസനെ മറക്കാനൊക്കത്തില്ല,
അങ്ങനെ പറഞ്ഞ ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താ അല്ലെ ഒരു ദൈവദാസന്റെ പേരെടുത്തു പറഞ്ഞ് ഹല്ലേലൂയ അതങ്ങനെ പറഞ്ഞത്? മറ്റുള്ളവരെല്ലാം ദൈവദാസന്മാരല്ലേ? അപ്പൊ പറഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ കഷ്ടതയിൽ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ ഒരു വീടില്ലാതിരുന്നപ്പോ, ഒരു തലമുറയില്ലാതിരുന്നപ്പോ, രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ, ഹല്ലേലൂയ, എല്ലാവരും കണ്ടു മാറിപ്പോയപ്പോൾ എന്റെ കഷ്ടതയിൽ എന്നോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരു വിടുതലിനു വേണ്ടി, ഹല്ലേലൂയ, ശരീരമോ സമയമോ നോക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ചതായ ആ ദൈവദാസനെ എനിക്ക് മറക്കാനൊക്കത്തില്ല. ആ സഹോദരിയെ മറക്കാനൊക്കത്തില്ല. ആ സഹോദരനെ, ആ കുടുംബത്തെ എനിക്ക് മറക്കാനൊക്കത്തില്ല. ആ ഭവനത്തോടുള്ള കടപ്പാട് വലിയതാ. ഹല്ലേലൂയ. നമ്മൾ ചില ഭവനങ്ങളിൽ പ്രത്യേക നമ്മൾ പോകുമ്പോ നമുക്ക് പറയാനുള്ളത്, എനിക്ക് ആ ഭവനത്തോടുള്ള കടപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടപ്പാട് അത്ര വലിയതാ. ഒരിക്കലൊരു മരണ വീട്ടിൽ ഒരു ദൈവദാസൻ സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു നല്ല ചെരുപ്പിട്ടത് ഈ കിടക്കുന്ന പിതാവ് വാങ്ങിച്ചു തന്നെ. പിന്നെ കടപ്പാട് എത്ര വലിയതാ. ഹല്ലേലൂയ. നിസാര വസ്തുതയെ അദ്ദേഹം ഓർപ്പിച്ചത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോ നമുക്കും ചിലതൊക്കെ പറയാനില്ലേ? ഹല്ലേലൂയ. ഒരു നല്ല ഡ്രസ് ഇട്ടത്, ഹല്ലേലൂയ, വയറ് നിറച്ചൊരു നേരത്തെ ആഹാരം കഴിച്ചത്, ഹല്ലേലൂയ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറിയത് ദൈവം ചിലരെ ഒരുക്കിയത് കൊണ്ടാണ്. മാനുഷികമായ നിലയിൽ ലോകത്തിലെ നമ്മുടെ സഹോദരവർഗങ്ങളോട് ഈ വിധമായൊരു കടപ്പാട് നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊക്കെ എത്ര വലിയ കടപ്പാടാ കർത്താവിന് നമ്മോടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കരം കൊണ്ട് നമ്മെ മെനഞ്ഞ, അവന്റെ മൂക്കിലെ ജീവശ്വാസം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് പകർന്ന് നാം നഷ്ടപ്പെട്ടു പോയപ്പോൾ തിരഞ്ഞെടുക്കുവാൻ തന്റെ പുത്രനെ നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. കടപ്പാട് എത്ര വലിയതാ. ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം എല്ലാവരും എന്നെ മറന്നു എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ അല്ലെ ഈ പകൽക്കാലം ഈ വേദന അലട്ടുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമായി തീരട്ടെ. അല്ലെ, നിന്നെ വിടുവിച്ച കർത്താവ്, നിന്നെ രക്ഷിച്ച കർത്താവ് ഇന്ന് പകൽ അവൻ മറക്കുവാൻ അവൻ അനീതിയുള്ളവനല്ല. അവന്റെ മുൻപാകെ നമ്മുടെ ജീവിതം നിഷ്കളങ്കമെങ്കിൽ, ദൈവം പ്രസാദിക്കുന്ന നിലയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അവൻ മറക്കുകയില്ല. അല്ലെ, നമ്മോടുള്ള ദൈവത്തിന്റെ കടപ്പാടുകൾ എത്രയോ വലിയതാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. നീ എന്നെ മറന്നതെന്ത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ ആരെല്ലാം മറന്നാലും ദൈവം നമ്മോട് മറക്കയില്ല. അവന്റെ വാഗ്ദത്തം അത്ര വലിയതാ. ഹല്ലേലൂയ. രണ്ടാമത്, അവന്റെ കടപ്പാട് അത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയരെ, ആ കടപ്പാടും ആ വാഗ്ദത്തവും ഇന്നും അവശേഷിക്കുന്നത് കൊണ്ട് 2000-ൽ നമ്മെ നടത്തിയ ദൈവം, 2010 വരെ നടത്തിയ ദൈവം, 15 വരെ നടത്തിയ ദൈവം, ഈ 16ന്റെ ആരംഭം 3 മാസങ്ങളിൽ ദൈവം നമ്മെ നടത്തിയെങ്കിൽ പിന്നെയും നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തന, ദൈവം മതിയായവന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തന. ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സഹോദരൻ പെട്ടെന്ന് തന്റെ ജോലി നഷ്ടപ്പെട്ടു. അദ്ദേഹം നാട്ടിൽ വന്നു. തന്റെ പിതാവ് വിശ്വാസിയല്ല. അല്ലെങ്കിൽ പിതാവിനോട് ഒരുമിച്ച് താമസിക്കുവാൻ കഴിയുകയില്ല. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. നാട്ടിൽ കടന്നു വന്നു. വാടകയ്ക്ക് വീടെടുത്തു. 3000 രൂപയോളം വാടക കൊടുക്കുന്നൊരു വീട്. കഴിയാനായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകുമെന്നോർത്ത് ഭാരപ്പെട്ടു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്റെ കയ്യിലുള്ള ഒരു 10-25,000 രൂപയിൽ 10,000 രൂപ വീടിന് അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ മറ്റു ചില ക്രമീകരണങ്ങൾ, വേറെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആ നിലയിലുള്ളൊരു ക്രമീകരണം ചെയ്തു. താൻ വിദേശത്തായിരുന്നപ്പോൾ ഭാര്യയുടെ വീട്ടിൽ അതെന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും താമസിച്ചത്. വേറെ മാറി താമസിക്കേണ്ടത് ആവശ്യകത വലിയതായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാമൊക്കെ ക്രമീകരിച്ച് താമസം ആരംഭിച്ചപ്പോൾ തന്റെ കയ്യിൽ അത്യാവശ്യ സാധനം വാങ്ങിച്ചു കഴിഞ്ഞ 1000 രൂപ ബാക്കി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഗൾഫിൽ അയച്ചത് ദൈവമാണെങ്കിൽ, കർത്താവേ, നീ അറിയാതെയല്ല ഞാൻ അവിടെ നിന്ന് പോന്നത്. ഒരു മനുഷ്യനോടും എന്റെ കാര്യം ഞാൻ തുറന്നു പറയുകയില്ല. എന്റെ കൂടെ പഠിച്ച എന്റെ മാതൃസഭയിലെ ഒരു സ്നേഹിതനാ. ഇന്ന് അദ്ദേഹം കർത്താവിന്റെ വേലയില്ല.
2.5 വർഷം ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന സഹോദരൻ, ഹല്ലേലൂയ, നാട്ടിലൊരു ജോലി ചെയ്യാൻ ഒരുപക്ഷെ തന്റെ മാനുഷികമായ പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞില്ലെങ്കിലും ഒറ്റ ദിവസം പോലും പട്ടിണിയില്ലാതെ ദൈവം തന്നെ നടത്തി. എങ്ങനെ നടത്തിയെന്ന് ഞാൻ ഓർപ്പിക്കുക. ഗൾഫിൽ തന്നോടൊരുമിച്ചായിരുന്ന സഹോദരങ്ങൾ, ഈ സഹോദരൻ നാട്ടിൽ പോയ അന്ന് മുതൽ അവർ തീരുമാനിച്ചു, ഓരോ മാസം ഓരോരുത്തര് ഈ സഹോദരന് വേണ്ടി പണം അയക്കാൻ തുടങ്ങി. ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്നെ ദൈവം മറക്കുമോ? ഹല്ലേലൂയ. അല്ലെ നാട് വിട്ട്, നാമധേയ കൂട്ടം വിട്ട്, അല്ലേലു പാരമ്പര്യ ആരാധന വിട്ട്, അല്ലെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച നിന്നെ ദൈവം മറക്കുമോ? അല്ല, നിനക്ക് തൊഴിലില്ലെങ്കിലും ഒരു വ്യക്തമായ വരുമാനം, അല്ല നിശ്ചയമായ ഒരു വരുമാനം നിനക്കില്ലെങ്കിലും, അല്ലെ നിന്റെ കുടുംബം പട്ടിണി കിടക്കാൻ എന്റെ ദൈവം സമ്മതിക്കയില്ല. ഓരോ ദിവസവും ആവശ്യമുള്ള നന്മ തന്ന് നമ്മെ പുലർത്തുവാൻ ദൈവം മതിയായവനാ. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞത്, ഇദ്ദേഹത്തെ ഈ നിലയിൽ മാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇദ്ദേഹത്തെ വീണ്ടും തിരിച്ച് ഗൾഫിൽ വിട്ടു. അദ്ദേഹം അന്ന് തീരുമാനിച്ചു, ഹല്ലേലൂയ, എനിക്ക് ലഭിക്കുന്ന നന്മയുടെ നല്ല ഒരു ശതമാനം ഇങ്ങനെ ഞാൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ വേർതിരിക്കും. കാരണം എന്നെ ആദരിച്ച ദൈവത്തെ എനിക്ക് മറക്കാൻ ഒക്കത്തില്ല. അതാ കടപ്പാടെന്ന് പറയുന്നത്. അല്ലെ, ദൈവം നിന്നെ മാനിക്കുമ്പോ ദൈവത്തിന് നിന്നോടുള്ള കടപ്പാട് പോലെ നിനക്ക് ദൈവത്തോടൊരു കടപ്പാടുണ്ടായിരിക്കണം, ദൈവത്തോടൊരു സ്നേഹമുണ്ടായിരിക്കണം. നിന്റെ കഷ്ടകാലത്ത് നിന്നെ തള്ളിക്കളയാതിരുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്നുകൂടെ ഓർത്ത് അത് ഒന്നുകൂടെ ചിന്തിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ. എല്ലാവരും മറന്നപ്പോൾ, എല്ലാവരും കൈവിട്ടപ്പോൾ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഒറ്റപ്പെടുത്തലിന്റെ വേദനകൾ ഒത്തിരി ജീവിതത്തിൽ വന്നപ്പോൾ, എല്ലാം പ്രതികൂലമായ വേളയിൽ ഹല്ലേലൂയ മറന്നുപോകാത്ത ദൈവം നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിലും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കിത് പറയാനുണ്ട്. എന്നാൽ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നാമും ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, ഉള്ളിൽ ചിന്തിച്ചു പോകാറുണ്ട്. കർത്താവേ, നീ എന്നെ മറന്നതെന്ത്? എന്റെ കുടുംബത്തെ മറന്നതെന്ത്? എന്റെ നിലവിളിക്ക് എന്തുകൊണ്ട് നീ മറുപടി തരുന്നില്ല? എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല? ഇല്ല ദൈവവൈതലേ, അവൻ മറക്കാൻ പറ്റുകയില്ല. അല്ല, ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുക. അവന്റെ വാഗ്ദത്തം ഇന്നും ശേഷിക്കുന്നു, അവന്റെ കടപ്പാട് ഇന്നും ശേഷിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ആ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഞരങ്ങരുത്, കർത്താവിൽ പ്രത്യാശ വെക്കുക. അവൻ നിന്റെ മുഖ പ്രകാശ രക്ഷ എന്ന് പറഞ്ഞാൽ നിന്റെ മുഖം പ്രകാശിപ്പിക്കുന്ന നിന്റെ രക്ഷിതാവ് അവനാ. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷെ വേദന അലട്ടുന്നുണ്ട്. ഇന്ന് ഭാരങ്ങൾ നമ്മുടെ മനസ്സിനെ ഹല്ലേലൂയ വല്ലാതെ പലരും ഭീതിപ്പെടുത്തുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എത്ര ദിവസം പോകും? ഇങ്ങനെ മുന്നോട്ട് പോയാൽ എത്ര ദിവസം മുന്നോട്ട് പോകും? ഹല്ലേലൂയ. വേദനിക്കണ്ട, അവൻ മറക്കത്തില്ല, അവൻ മറക്കത്തില്ല. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, തലകളെ ദൈവസന്നിധിയിൽ അടക്കാം. ഹല്ലേലൂയ. ആര് മറന്നാലും അവന് മറക്കാൻ പറ്റത്തില്ല, അവന് മറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത്. ആ കർത്താവ് നമ്മുടെ കരത്തിന് പിടിച്ചെങ്കിൽ, ആ കർത്താവിന് നമ്മുടെ ഹല്ലേലൂയ ആ കരം തന്ന് നമ്മെ ഇന്നയോളം ദൈവം നടത്തിയെങ്കിൽ ആ ദൈവകരങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ആ വാഗ്ദത്തം ഇന്നും ശേഷിക്കുന്നു, ആ കടപ്പാട് ഇന്നും ശേഷിക്കുന്നു. ആ ദൈവം നമ്മെ മറക്കുകയില്ല. ആ ദൈവത്തിൽ നമുക്കൊന്നുകൂടെ ശരണപ്പെടാം. എൻ്റെ കുടുംബത്തെ മറന്നുപോയി, എൻ്റെ തലമുറയെ മറന്നുപോയി, എന്നെ മറന്നുപോയി എന്നൊരു വേദന ആരുടെയെങ്കിലും മനസ്സിൽ ഇന്ന് പകൽക്കാലം ഉയരുന്നെങ്കിൽ, പ്രിയരെ, ഈ വചനം നമുക്ക് ആശ്വാസമായി തീരട്ടെ. ഈ പകൽക്കാലം വചനം ഉറപ്പു തരുന്നു, അവൻ നിന്നെ മറക്കാൻ പറ്റുകയില്ല, അവൻ ഒരിക്കലും നിന്നെ മറക്കുകയില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദാന്തികെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ആയിരിക്കാൻ അവിടെ നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ചേരുവാനുള്ളൊരു ഭക്തന്റെ ആഗ്രഹം, ഭക്തന്റെ പ്രതീക്ഷ, ഭക്തന്റെ പ്രത്യാശ ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ,
കേൾക്കുവാനിടയായി തീർന്നല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ വചനം അനുശാസിക്കുന്ന നിലയിൽ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പലപ്പോഴും അവിടുന്ന് ഞങ്ങളെ മറന്നു എന്നോ ഞങ്ങൾ ഓർക്കുന്ന ചില ദുർബല നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും ഞങ്ങൾ ചിന്തിച്ചു പോയ ആ ഒരു കുറവ്, കർത്താവേ, ഞങ്ങൾ ചിന്തിച്ച് പല കാര്യങ്ങൾ ആലോചിച്ചു പോയ ആ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുന്ന് ഞങ്ങളെ മറക്കയില്ലെന്ന്, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ ഞങ്ങളെ മറക്കയില്ലെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുണർത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് ഒന്നുകൂടെ ഉറയ്ക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. തലവണക്കിയ കർത്താവിൻ്റെ ദാസന്മാർക്കായി, പിതാക്കന്മാർക്കായി, മാതാക്കൾക്കായി, സഹോദരിമാർക്കായി, സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വാക്യത്തെ പ്രകാരം ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തരാകുവാൻ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.